നീ ഇത് എന്തിനുള്ള പുറപ്പാടാ? എന്താ നിന്റെ ഇല്ല, ടേക്ക് വൺ മോർ. നീ ഇത് എന്തിനുള്ള പുറപ്പാടാ? എന്താ നിന്റെ ഭാവം? വൺ മോർ ഹിമി. കുറച്ചുകൂടെ ക്ലാരിറ്റി വേണം. നീ ഇത് എന്തിനുള്ള പുറപ്പാടാ? എന്താ നിന്റെ കട്ട്. ത്രോട്ടിന് എന്തോ പ്രശ്നമുണ്ട്, ഇത്തിരി വെള്ളം കുടിക്കുന്നോ? നീ ഇത് എന്തിനുള്ള പുറപ്പാടാ? എന്താ നിന്റെ ഭാവം? കട്ട് ഹിമി. ഇല്ല ബോയ്സ് എന്തോ അങ്ങനെ ഇട്ട് ചെയ്യാതെ, അങ്ങനെ ചെയ്യാതെ. ഇപ്പോൾ അകത്തിരിക്കുന്ന കുട്ടിയുടെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ആക്ച്വലി ഇവള് ഇതിൻ്റെ ഓഡീഷൻ നടത്തിയപ്പോൾ അറ്റൻഡ് ചെയ്ത് അതിൽ വോയിസ് ഓക്കെ ആയിട്ടാണ് ഈ ക്യാരക്ടർ ഡബ് ചെയ്യാൻ കയറിയത്. ചാനലും ഡയറക്ടറും ഒക്കെ അപ്രൂവ് ചെയ്ത വോയിസാണ്. എന്നിട്ട് പോലും അവൾക്ക് അകത്ത് കയറിയപ്പോൾ തൊട്ട് എന്തൊക്കെയോ പേടിയോ കോൺഷ്യസ്നെസ്സോ എന്തൊക്കെയോ ഉണ്ട് അവളുടെ മനസ്സിൽ. അതായത് തൻ്റെ ശബ്ദം ശരിയാവോ, പെർഫോമൻസ് ശരിയാവോ, എങ്ങനെ പെർഫോം ചെയ്യണം, ഞാൻ മോഡുലേറ്റ് ചെയ്യണം, എൻ്റെ ശബ്ദം മനോഹരമാക്കണം, ഇങ്ങനെ പലതര ചിന്തകളോടുകൂടിയാണ് മൈക്കിന് മുമ്പിൽ ഇരിക്കുന്നത്. സോ അവളാകെ കൺഫ്യൂസ്ഡാണ്. ഇങ്ങനെ നമുക്കൊരു കൺഫ്യൂഷനും ടെൻഷനും ഒക്കെ വരുമ്പം നമ്മുടെ ബോഡിയിലെ ഹോർമോണൽ ചേഞ്ചസോ അല്ലെങ്കിൽ ഈ പേടി കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന പലതരത്തിലുള്ള കെമിക്കൽസിൻ്റെയും ഫലമായിരിക്കണം നമുക്ക് വായിൽ തുപ്പൽ നിറയും, ടങ് നോയ്സ് വരും, പൊട്ടലുണ്ടാവും, ഗ്ലിച്ചസ് വരും, തൊണ്ടയിൽ തുപ്പൽ കുരുങ്ങും, സകലതും സംഭവിക്കും. ഉടനെ ആർട്ടിസ്റ്റുകൾ എന്ത് ചെയ്യും? മൈക്കിന് മുമ്പിൽ കയറി ഇരുന്ന ഉടനെ ഇവരെല്ലാം റെഡി റെഡിയല്ല ഇത് തന്നെ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യ നമ്മുടെ ശബ്ദം എന്താവും? കൂടുതൽ വഷളാവുകയുള്ളൂ. നമ്മുടെ ത്രോട്ട് കൂടുതൽ സ്ട്രെയിനാണ്. ഓരോ ഈ മുക്കലിനും നമ്മൾ കൊടുക്കുന്ന കൂടുതൽ സ്ട്രെയിൻ കൊടുക്കുകയാണ്. അപ്പോൾ ആ സ്പോട്ടിൽ തന്നെ നമ്മുടെ തൊണ്ടയ്ക്ക് ഒരു ചെറിയ പതറിച്ച് വോക്കൽ കോഡിന് ചിലപ്പം സ്ക്രാച്ച് വരെ വീഴാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അന്നത്തെ ദിവസം ചിലപ്പം ഡബ് ചെയ്യാൻ പോലും പറ്റിയെന്ന് വരില്ല. സോ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മളിപ്പം രണ്ടുപേര് നേരിട്ടിരുന്ന് സംസാരിക്കുമ്പോൾ ഈ അതെ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ചായക്കടയിൽ പോയപ്പോൾ ഓക്കെ വൺ മോറെ, ഇന്നലെ ചായക്കടയിൽ നിന്ന് 2 ചായയും 2 വടയും കഴിച്ചില്ലായിരുന്നു. നോ, വി ഡോണ്ട് ഡു എനി ഓഫ് ദീസ് തിങ്സ് അല്ലേ. സോ എന്തിനാണ് മൈക്കിന് മുമ്പിൽ ചെല്ലുമ്പോൾ മാത്രം നിങ്ങളുടെ ശബ്ദം ഓക്കെ ആയതുകൊണ്ടാണ് നിങ്ങൾ ഡബ് ചെയ്യുന്നത്. പിന്നെ ഞാൻ മോഡുലേറ്റ് ചെയ്യാൻ പോവാണ് എന്ന് വിചാരിച്ചുകൊണ്ട് മൈക്കിന് മുമ്പിൽ ഇരുന്നാൽ ഒരിക്കലും ഒന്നും കിട്ടില്ല. ആ ക്യാരക്ടർ കാണുക, ആ മുഖഭാവങ്ങൾ ശ്രദ്ധിക്കുക, അവരുടെ മൂവ്മെൻറ്റ് ശ്രദ്ധിക്കുക, എന്നിട്ട് അവരുടെ ടൈമിങ്ങിനൊത്ത് നമ്മൾ സ്പോട്ടിൽ പറയുക ഡയലോഗ് പഠിച്ചിട്ട്. ദാറ്റ്സ് മോർ ദാൻ ഇനഫ്. സോ ഇവിടെ ഇരിക്കുന്നവർ, അകത്തിരിക്കുന്നവരുടെ പെർഫോമൻസ് അവരുടെ ടു ദ ലെവൽ ബെസ്റ്റ് പെർഫോമൻസ് മാത്രം പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് അല്ലേ. അപ്പം നിങ്ങളവിടെ ഇരുന്ന് ടെൻഷൻ അടിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ആരും നിങ്ങളെ തല്ലാനോ കൊല്ലാനോ ഒന്നും വരുന്നില്ല. നിങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ ഇരിക്കുന്നത്. അതായത് നിങ്ങൾ നല്ല പെർഫോമൻസ് തരുമ്പോൾ. സോ കോൺഷ്യസ് ആവാണ്ട്, പേടിക്കാണ്ട്, ടെൻഷൻ അടിക്കാണ്ട് നല്ല രീതിയിൽ ഡബ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ബൈ കൂട്ടുകാരെ.